ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഗുണ്ടൽപേട്ടിലേക്കാണ് കേട്ടോ. ഗുണ്ടൽപേട്ടിലെ ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിളും അതുപോലെ അവിടെ സൈഡിലെ പൂന്തോട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും. കേരളത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലമായതിനാൽ തന്നെ നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പോകാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ. ഞാനിതാ ഇപ്പം ബാംഗ്ലൂരിൽ നിന്നാണ് പോകുന്നത്. ബാംഗ്ലൂരിന് എനിക്ക് ഏകദേശം ഒരു 230 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പം ഈ വയനാട് വഴി വരികയാണെങ്കിൽ വയനാട് ബന്ദിപ്പൂർ വഴി വരികയാണെങ്കിൽ കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിൾ റോഡിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും നല്ല നീണ്ടു കിടക്കുന്ന പൂപ്പാടങ്ങൾ. എന്ത് ഭംഗിയാണെന്നറിയാം ഇങ്ങനെ പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഈ കൃഷിയും കന്നുകാലി വളർത്തലൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചെറിയൊരു എൻട്രി ഫീ ആയിട്ട് അതിൽ ചെറിയൊരു പൈസ വാങ്ങുന്നുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് എന്താ പറ്റിയെന്നറിയോ, ചില സ്ഥലങ്ങളിൽ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ പൂന്തോട്ടങ്ങളിൽ പൂവൊക്കെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നല്ലത് സെലക്ട് ചെയ്ത് പിന്നെ ഈ ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിൾ എത്താനാവുമ്പം അവിടെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറേ നേരം വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് കുറേ നേരം സമയം ഇങ്ങനെ പോയി. അപ്പോൾ നൈസായിട്ട് മഴ പെയ്തപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ നേരെ ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിൾ കാണാൻ വേണ്ടി പോയി. ഇവിടുന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിൾ കൂടെ ഒന്ന് കണ്ടിട്ട് പോവാം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇപ്പോൾ എന്താ വെച്ചാൽ തീർത്തും ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലാണ് കേട്ടോ ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പ്രൈവറ്റ് വണ്ടിയൊന്നും കടത്തി വിടത്തില്ല. അവരെ KSRTC കർണാടക KSRTC ആണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഏകദേശം 60 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഈ കാണുന്നത് ബസ് കയറാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആണ് കേട്ടോ. അത്രയും നീണ്ടു നിൽക്കുന്ന ക്യൂ ആണ്. എന്താ വെച്ചാൽ ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പം ഫുള്ള് മലയാളീസാണ്. നമ്മൾ കണ്ട അധികം ആളും മലയാളീസാണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡിലൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്നൊക്കെ. അങ്ങനെ പ്രവീണും ദീപികയും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ക്യൂ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം പോയി കേട്ടോ. അപ്പോൾ വലിയ ബോറില്ലാണ്ട് പോകും കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ. 3-4 ബസ്സേ ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. 2-3 ബസ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്ക്, അതാണ് റഷ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മഴയും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മഴയത്ത് ഒറ്റ കൊടയും 4 ആളും അതായിരുന്നു അവസ്ഥ. അങ്ങനെ നമ്മൾ ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ അവിടെ. നല്ല തണുപ്പും കോടയും. ഞങ്ങൾ പോയ സമയത്ത് അത്ര കോടയൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഒരു 2 മിനിറ്റ് കഴിയും അവിടെ എത്തി. 2 മിനിറ്റ് കഴിയും നല്ല കോട. എന്താ വെച്ചാൽ ആ ടെമ്പിള് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ ഒരു വട്ടെങ്കിലും അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളൊരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. മൈൻഡ് റിഫ്രഷിങ്ങിലൊക്കെ പറഞ്ഞാൽ അങ്ങേ അറ്റാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റും കോടയും അതിൻ്റെ നടുക്ക് നമ്മളും വൈബാണത്. ഞങ്ങളങ്ങനെ തിരിച്ചു പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. ബസ് വന്നില്ല ഇതുവരെ. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നൈസായിട്ട് മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്, നല്ല തണുപ്പും. അപ്പം എന്തായാലും എൻ്റെ ജീവിതത്തിലല്ല, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരുടെയും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ നല്ല കുറേ മെമ്മറീസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വന്യമൃഗങ്ങൾ ഞങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചില്ല കേട്ടോ. ഞങ്ങൾ കുറേ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് പോയത്. എന്താണെന്ന് വെച്ചാൽ ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലുമാണ്. പിന്നെ സ്ഥിരമായിട്ട് ഈ ആനയും ഒക്കെ വരുന്ന ഒരു സ്ഥലങ്ങളാണ് കേട്ടോ ഇപ്പോൾ പോയത്. പക്ഷേങ്കിൽ നല്ല കോടമഞ്ഞും മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും മേ ബി ആനയൊന്നും കാണാൻ പറ്റാഞ്ഞത്. അപ്പോൾ നമ്മുടെ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. കാറ് താഴെയാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ വേറൊരു സ്ഥലം കൂടെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേങ്കിൽ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തതാണ് കേട്ടോ. എന്താ വെച്ചാൽ നല്ല മഴയും ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ ഗൈസ്. അപ്പം ഒരുപാട് ലേറ്റായി ഇപ്പം തന്നെ. അപ്പം
ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോവുകയാണ്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.